നമസ്കാരം. റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ ലഭിക്കുന്നവർക്കും കാർഷിക ലോണുകൾ ഉള്ളവർക്കും കൃഷിഭൂമിയുള്ള കർഷകർക്കും അതോടൊപ്പം തന്നെ മറ്റ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്കുമുള്ള അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്കുള്ള വെരിഫിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ, സേവനങ്ങൾ മുതലായവയെല്ലാം ലഭിക്കണമെങ്കിൽ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ID കരസ്ഥമാക്കേണ്ടതുണ്ട്. കൃഷിഭവൻ മുഖേനയാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. ജൂലൈ മാസം 31 മുമ്പ് കർഷകർ ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായിട്ട് തന്നെയാണ് കർഷകരെ ഈ രജിസ്ട്രിയിലേക്ക് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, കരമടച്ച രസീതിൻ്റെ പകർപ്പ് മുതലായവയുമായി കൃഷിഭവനിൽ എത്തിച്ചേർന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവനുകളിലും ഇതിൻ്റെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ കതിർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലോ പോയി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് കതിർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അടുത്തതായി കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപയുടെ വിതരണം ജനുവരി മാസം നടത്തപ്പെടുകയാണ്. വിതരണം ചെയ്യാൻ പോകുന്നത് 20ാമത് ഗഡുവാണ്. ജൂൺ മാസത്തിൽ 20ാമത് ഗഡു വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. വിതരണ തീയതി വൈകാതെ തന്നെ അറിയിപ്പ് ലഭിക്കുന്നതാണ്. എന്നാൽ 20ാമത് PM കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു കയ്യിൽ ലഭിക്കണമെങ്കിൽ കർഷകർ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ആനുകൂല്യം കൈപ്പറ്റുന്ന 25 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കർഷകരും അഗ്രിസ്റ്റാക്ക് വെരിഫിക്കേഷൻ നടത്തി കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് ID കൈപ്പറ്റേണ്ടതാണ്. കൂടാതെ eKYC പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമേ 20ാമത് ഗഡു ലഭിക്കുകയുള്ളൂ. PM കിസാൻ 19ാം ഗഡു ലഭിച്ചവർക്ക് 20ാം ഗഡുവും ലഭിക്കുന്നതാണ്. എന്നാൽ ഇതിനിടയ്ക്ക് ഗഡു തുക മുടങ്ങിയവർ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിക്കേണ്ടതാണ്. പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തുക മുടങ്ങാതെ ലഭിക്കുന്നതാണ്. ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.